ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് വിട്ട വീഡിയോ ആണ് കേട്ടോ. നമ്മളൊക്കെ റെഡിയാക്കി വെച്ച് അച്ഛനാണ് ചെയ്യണത്. ഓണത്തപ്പനെ വരവേൽക്കുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വരയ്ക്കൊക്കെയാണ്. ഇത് കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. കുറച്ച് മാത്രം കാര്യങ്ങൾ എനിക്കറിയുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത് കറക്റ്റായി വരേണ്ടതില്ല, എന്തോ കളി ശരിയാവില്ല എന്ന് അങ്ങനെ എന്താണ്ടൊക്കെ പറയണ്ടായി. സംഭവം ഈ മാവിലെന്തോ സംഭവം റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല ഭംഗിയിൽ ചെയ്തു. പിന്നെ വീഡിയോ അത്ര സുഖം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എനിക്കറിയാം. പിന്നെ ലേറ്റായി ഇടാൻ കാരണം എനിക്ക് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം. ഞാൻ പറഞ്ഞു കുറച്ച് ഈ വീഡിയോൻ്റെ തന്നെ കുറച്ച് ക്ലിപ്പ് ഉണ്ടാവുള്ളൂ. കാരണം ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വാഗ വയ്യാണ്ടായി, വോമിറ്റിങ്ങൊക്കെ. ഞാൻ പിന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തറവാട്ടിത്തെയോ ഇവിടുത്തെ വേണമെന്നും മര്യാദയ്ക്ക് അങ്ങനെ വരവേക്കലൊന്നും കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അച്ഛൻ എന്താണ് ഓണത്തപ്പനെ അകത്തേക്ക് കയറ്റുകയാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. ഞാനൊന്ന് കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിന്നിട്ടാണ് ഇത് കാണാൻ വേണ്ടി നിന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിക്കിടുന്നു ഫ്ലാറ്റായി. അതൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു രാവിലെ ആണ് പിന്നെ ഞാൻ എണീക്കണത്. ഇതൊക്കെ നടക്കുമ്പോൾ പിന്നെ ഇത് കഴിഞ്ഞ് സാധാരണ തറവാട്ടിക്ക് പോകും. തറവാട്ടിലത്തെ ഓണം കൊള്ളൽ കാണും, പാപ്പൻ്റെ ഇടയ്ക്കൊക്കെ പോലുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഇത് രാവിലെയാണ്, രാവിലത്തെ ക്ലിപ്പുകളാണിത്. പാപ്പൻ്റെ അടുത്ത് മാത്രം രാവിലെ പോകാൻ പറ്റിയില്ല. ഇത് തറവാട്ടിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വരുന്നത് ആണ്, അപ്പം എടുത്തതാണ്. ഇതാണ് തറവാട്ടിലത്തെ പൂക്കളം. നിങ്ങൾക്ക് ഏത് പൂക്കളമാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും ഓണത്തിൻ്റെയും വിഷുവിൻ്റെയൊക്കെ സദ്യ തറവാട്ടിലായിരിക്കും. ഇന്ന് ഇഡ്ഡലി സാമ്പാർ ചട്നി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ചേട്ടന് ഓണക്കോടി എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോയി, പിള്ളേർ ടീംസും പാപ്പനൊക്കെ. അപ്പോൾ ഒരു പായസം തറവാട്ടി വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്റ്റവ് ഒഴിവില്ലാത്ത കാരണം മറ്റേ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പാലടിയാണ് ഇവിടെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ചെയ്തുകൊണ്ട് അച്ഛൻ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് ഇൻകംപ്ലീറ്റ് പോലെ തോന്നുന്നത് നിങ്ങൾക്ക്. പിന്നെ എല്ലാവരും വന്നപ്പോൾ സദ്യ കഴിക്കായിരുന്നു. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. അപ്പോൾ ഉപ്പേരി ഉണ്ട്, ഇതിൽ ശർക്കര വരട്ടി ഉണ്ട് കേട്ടോ. പക്ഷേ അത് എടുത്തുകൊണ്ട് വരാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ സ്റ്റൂ, അവിൽ, ക്യാബേജ്, അങ്ങനെ കുറച്ച്, പിന്നെ മോരൂട്ടാൻ, പപ്പടം, സാമ്പാർ, ചോറ്, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇടണ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് പ്രശ്നമായത്. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി കഴിക്കാതിരിക്കാൻ, എല്ലാവരും നേരത്തെ കഴിച്ചതായി. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ അവർ മേമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങാണ്. മേമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ കസിൻസൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഹാപ്പിനെസ്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സന്ധ്യ ചെയ്തുകൊണ്ട് അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 7 മണി ഒക്കെ ആയി അവർ പോകാൻ നിന്നപ്പോൾ. കുഞ്ഞോ അവർ കുറച്ച് ലേറ്റായി, 7 മണിക്ക് ഇറങ്ങി പുറത്തു നിന്നാലും 7:30 ഇറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കായിരുന്നു. ഉച്ചയ്ക്കത്തെ അതേ കറികൾ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. പിന്നെ ഇതിൽ കുറേ കറികളൊന്നും ഞാൻ കഴിക്കില്ല. ആകെ സ്റ്റൂ, സാമ്പാറും, ഇഞ്ചമ്പുളി, പപ്പടം, അങ്ങനത്തെ കുറച്ച് കറികൾ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ പാത്രത്തിൽ കുറച്ച്. അപ്പോൾ ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.